KCBC ജോയിന്റ് സെക്രട്ടറിയും കത്തോലിക്ക സഭയുടെ ആധ്യാത്മിക യുവജന സംഘടനയുടെ ഇന്റർനാഷണൽ ആനിമേറ്ററുമായ ഫാദർ തോമസ് തറയിലിന്റെ വർഷങ്ങളായിട്ടുള്ള വിദേശയാത്ര അതീവ ദുരൂഹത ഉണർത്തുന്നത് തന്നെയാണ്. ജീസസ് യൂത്തിനെ മറയാക്കി ഇയാൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾ, വിദേശത്ത് നടത്തുന്ന കൂടിക്കാഴ്ചകൾ, വിദേശ അക്കൗണ്ടുകൾ, വിദേശ ഫണ്ടുകളുടെ ഇടപാടുകളെ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം തന്നെ വേണം. എറണാകുളത്ത് കഴിഞ്ഞ മാസം 13-ന് തീവ്രവാദി സംഘടനകൾ നടത്തിയ ഗാസ ഐക്യദാർഢ്യത്തിൽ തോമസ് തറയിൽ KCBCയുടെ പേരിൽ SDPI, മാവോയിസ്റ്റുകൾ, നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരും അർബൻ നക്സൽ പ്രവർത്തകരും രാജ്യദ്രോഹ UAPA കേസുകളിൽ പ്രതിയായ നാഗ്പൂർ ജയിലിൽ കഴിയുന്ന റിജാസിന്റെ പേരിൽ കൊച്ചിയിൽ പ്രകോപനവും സംഘർഷവും സൃഷ്ടിക്കാനുള്ള ആസൂത്രിത നീക്കം നടത്തിയവരും ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഘടനയിലെ പിന്മുറക്കാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത വേദിയിൽ കേരള കത്തോലിക്ക സഭയുടെ പേരിൽ വേദി പങ്കെടുക്കുകയും ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്ത KCBC സെക്രട്ടറി ഫാദർ തോമസ് തറയിലിനെതിരെ NIA അന്വേഷണവും ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും അനിവാര്യം തന്നെയാണ്. റിജാസിന്റെ പേരിലും ഹമാസിന്റെ പേരിലും തീവ്രവാദി സംഘടനകളും മാവോയിസ്റ്റുകളും നടത്തിയ പരിപാടിയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടത്തിയ സംഘാടകരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കെതിരെ പരാതിയിൽ 2 FIR സെൻട്രൽ പോലീസ് രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തീവ്രവാദികളും മറ്റും നടത്തിയ ഗാസ ഐക്യദാർഢ്യ പരിപാടിയിലാണ് ഫാദർ തോമസ് തറയിൽ ഗാസയ്ക്ക് വേണ്ടി കണ്ണീർ ഒഴുക്കിയത്. കത്തോലിക്ക സഭയും അതിന്റെ നേതൃത്വത്തെയും മറപിടിച്ച് ജീസസ് യൂത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി അമേരിക്ക, യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങളിൽ ഫാദർ തോമസ് തറയിൽ നടത്തുന്ന യാത്രയും ഇതിലെ സാമ്പത്തിക ഇടപാടുകളും അന്വേഷണ പരിധിയിൽ വരിക തന്നെ വേണം. അതീവ ദുരൂഹമാണ് തറയിലിന്റെ യാത്രകളും. കത്തോലിക്ക സഭയുടെ കൂടാരത്തിൽ കിടന്ന് തിന്ന് വളർന്ന തോമസ് തറയിൽ കൂറ് ജിഹാദികളോടാണുള്ളത്. സഭയെ ഒറ്റിക്കൊടുക്കുന്ന തോമസ് തറയിലിനെ സഭയും ജീസസും യൂത്ത് ഭാരവാഹികളും പുറത്താക്കിയില്ല എങ്കിൽ ഉചിതമായ നടപടികളുമായി രംഗത്ത് വരേണ്ടി തന്നെ വരും.